അങ്ങനെയല്ല ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലാമി ഗംഗയുടെ. അത് വേറെ ഒന്നുമല്ല, ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഫാമിലി വ്ളോഗിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എൻ്റെ പൊന്നോ, അതിനകത്തൊരു 25ാമത്തെ മിനിറ്റില ഈ പറയുന്ന ഗംഗ ഈ പറയുന്ന ചെക്കൻ്റെ കർമ്മത്ത് ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഞാനത് സ്ലോ മോഷൻ വെച്ച് അവൻ്റെ ഫേസ് എന്താണെന്ന് എനിക്ക് തോന്നിയ കാര്യം ഞാനങ്ങ് പറഞ്ഞു. അതിൻ്റെ താഴെ വന്നിട്ട് കുറേ എണ്ണം കിടന്നങ്ങ് മെഴുകുമായിരുന്നു. നിനക്ക് നാണോ മാനം ഉണ്ടോടാ, നിനക്ക് നാണോ മാനം ഉണ്ടോ, നിനക്ക് സ്റ്റാൻഡ് ഉണ്ടോ, നിനക്ക് അങ്ങനെയാണല്ലോ, നീ ഇപ്പോൾ പണ്ടൊക്കെ വലിയ വീരശൂര പരാക്രമിയാണെന്നുണ്ട്, ഇപ്പം നിനക്ക് എന്ത് പറ്റി, നീ കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ പേടിച്ച് എൻ്റെ പൊന്നും, എനിക്കൊരു പുല്ലുങ്ങളെ എനിക്ക് പേടിയില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ, ഒരുത്തനെ എനിക്ക് പേടിയില്ല. പിന്നെ ഈ അടുത്ത സമയം കൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെ പോയാലും ഒരു 7-8 മാസം കൊണ്ടുണ്ടായിരുന്നു. ഈ ജനുവരി തൊട്ട് ഇച്ചിരി ഇതായിരുന്നു അത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചൊന്നും ആൾക്കാരെ ബോറടിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 45 ദിവസം കൂടെ, ഇന്ന് എന്തായാലും ഒരു 10-44 ദിവസമായിട്ടുണ്ട്. ഇനി ഇച്ചിരി സ്ട്രെയിൻ ചെയ്ത് എന്താ പറയുക, അങ്ങ് സംസാരിക്കാമെന്ന് കരുതി. കുറേ എണ്ണം വന്നിട്ട് അങ്ങ് ചൊറിയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ വിചാരിച്ചു ഇച്ചിരി പാവമായിട്ട് സംസാരിച്ചെന്നും പറഞ്ഞിട്ട് എൻ്റെ ആണത്തം അങ്ങ് പറഞ്ഞു പോകുന്ന കരുതിയോ? കുറേ വിവരം കെട്ട ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. കുറേ വിവരം കെട്ട ആൾക്കാർ. ഞാനൊരു കാര്യം, നിനക്കൊക്കെ ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണരുത്. മൊത്തം വരുന്നത് കണ്ടിട്ട് വന്നിട്ട് ടൈം ഉൾപ്പെടെ വെച്ച് മെൻഷൻ ചെയ്തിട്ട് നീയൊക്കെ വന്ന് കമന്റ് എടുത്ത് നിനക്കൊക്കെ നാണം ഉണ്ടോ? എൻ്റെ ഒന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കളയണം. അതാണ് വേണ്ടത്. ഉറപ്പുള്ളവർ അങ്ങനെ ചെയ്യേണ്ടത്. അതാണായാലും പെണ്ണായാലും ശരി. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് വലിയ കമന്റ് ഇടുന്ന കുടുംബം കലക്കി അങ്ങനെയാണ്, മെറ്റയാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞ് നിനക്കൊക്കെ നാണോ മാനമില്ലാതെ വന്നിട്ട് നീയൊക്കെ കൂടെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് എന്നെ വെറുതാക്കുന്നു. നിങ്ങളെന്ത് വിചാരം എന്താണ്? നമ്മൾ നാണത്തെ വിട്ട് കളിക്കുമെന്ന് വിചാരിച്ചാ എന്തോടെ ഒരു സാമാന്യ ബോധം വേണ്ടേ നിങ്ങൾക്ക്? അതുണ്ടോ? കുറേ വണ്ണം വന്നിട്ടിരുന്ന് മെഴുകുന്ന് എല്ലാവരും കുത്തിയിരുന്ന് കണ്ടിട്ടിരുന്ന്. എടാ, ഞാനൊരു കാര്യം പറയാം. അവളിപ്പോൾ ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നി, ഞാനത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയും. ഞാൻ ഈ പറയുന്ന ഗ്ലാമി ഗംഗയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാർഡ് വർക്കിൽ കൂടെ വന്നിട്ടുള്ള ഒരു കൊച്ചാണ്. അതെല്ലാം എടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് എന്താ പറയണ്ടേ, ചില കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി, എനിക്ക് എന്താ പറയാൻ പാടില്ല. നിനക്കൊക്കെ കമന്റ് ഇടാൻ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? സാമാന്യ ബോധമില്ല നിങ്ങൾക്ക് ആർക്കും? ഓക്കെ, ഇപ്പൊ ഞാനായിട്ട് സംസാരിക്കാത്ത എൻ്റെ പ്രശ്നമെങ്കിൽ ഇനി മുതൽ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കുക. പിന്നെ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും നമുക്ക് വീഡിയോ കാണാം. ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കണ്ട ആ ഒരു അടി ഇങ്ങനെ കൊടുത്ത് ഇപ്പൊ അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ മാറി കണ്ടല്ലോ. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതെനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എനിക്കെന്താ പറഞ്ഞുകൂടെ? എനിക്കത് കണ്ടപ്പോൾ അവന്റെ മുഖം മാറിയപ്പോൾ ഒറ്റയടിക്ക് ഗംഗ പേടിച്ചു പോയതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. അതിന് ഇത്രയും മാത്രം വന്ന് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കമന്റ് ബോക്സിൽ വന്നിട്ട് നീയൊക്കെ ഇരുന്ന് മൊത്തം ഇരുന്ന് കണ്ടിട്ട് നാണമില്ലേന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും? പറഞ്ഞ മനസ്സിലായോ? എനിക്കിപ്പോൾ അവിടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തോന്നി. അത് എൻ്റെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് വന്ന് എൻ്റെ താഴെ വന്ന് കമന്റ് ഇടാമെങ്കിൽ എനിക്ക് അവിടെ വീഡിയോ ചെയ്യാം. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോണ്ട് മാത്രമാണ് ഞാൻ ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ആരോടും എടുത്തിയാടി സംസാരിക്കണ്ട. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി എന്താ പറയണ്ടേ, ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ക്യാരക്ടർ വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ പറയുന്ന കേട്ട് ഞാൻ താന്നു കൊടുക്കാൻ പോയപ്പോൾ അവസാനം എനിക്ക് ചോദ്യചിഹ്നങ്ങളായി. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്താ ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡ് ആണോ ട്രിപ്പിൾ സ്റ്റാൻഡ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ലൈഫാണെങ്കിൽ എപ്പോഴും നമുക്ക് ഒരാളെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നല്ലത് കണ്ട നല്ലതെന്നും പറയും, ചിലതൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും എനിക്ക് അത്യാവശ്യം ഇതൊക്കെ ഉള്ള ഒരാളാണ്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ഞാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവസാനം ഡബിൾ ട്രിപ്പിൾ എന്തൊക്കെയാ പറയുന്നത്. ഞാൻ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ സഹിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി മുതൽ ആരും അത് പ്രതീക്ഷിക്കേണ്ട. ഇനി കമന്റ് ബോക്സിൽ ആരെങ്കിലും വന്ന് വിളമ്പുന്നുണ്ടെങ്കിൽ അവൻ ഉൾപ്പെടെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എടുത്ത് വെച്ച് പേര് സഹിതം ഞാൻ വിളംബരം ചെയ്യും. അത് ഉറപ്പാണ്. ഞാനത് ഉന്നി വെച്ചിരിക്കുകയാണ്. അന്ന് എനിക്ക് വയ്യാതായ സമയത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്നിട്ട് എൻ്റെ പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. രേണുസുദ്ധയുടെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുത്തി വന്ന് എൻ്റെ കമന്റ് ഇട്ട ഒരുത്തി വന്നിട്ട് എൻ്റെ അടുത്ത് കമന്റ് ഇട്ടതാ. ഞാൻ പേഴ്സണലി ഒരു മെസ്സേജ് ഞാനങ്ങനെ അയക്കാത്തൊരു ഞാനാ. എന്തുവാ, നിന്റെക്ക് ക്യാൻസർ വന്ന് നീ മരിച്ചു പോകുന്നുള്ള രീതി എന്നെ പറഞ്ഞതാണ്. എന്നെ പറഞ്ഞതാണ് അവർ. ഞാൻ പറഞ്ഞു ഇതെടുത്ത് എനിക്ക് ചെയ്യാൻ അറിയാൻ വയ്യത്തുള്ളൂ. എന്തോ എൻ്റെ പേര് എന്നിട്ട് കൊണ്ട് കേസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരാണോ ആ വ്യക്തികൾക്ക് വരുമെന്ന് ഞാൻ മെസ്സേജ് അയച്ചങ്ങ് കിട്ടും.
അയച്ചു വിട്ടപ്പോഴത്തേക്ക് അയ്യോ മോനെ ക്ഷമിക്കണം, മാപ്പ്, എൻ്റെ വീട്ടുകാർ കാര്യമൊന്നും പറയരുത് എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അത്രമാത്രം പൊള്ളിയുണ്ട് മാത്രമാണ്. കാരണം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയായിരുന്നു, ഭയങ്കര കാര്യമൊക്കെയാണ്. ഞാനൊരു കാര്യം ആ വ്യക്തിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിട്ട കമൻറ്റാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്നോട് ഒരു തെറ്റ് ഉണ്ടെങ്കിൽ എടാ ഇത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഇത് കാണിക്കണം. പേഴ്സണലി എന്നോട് നല്ല രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ നീ ക്യാൻസർ എന്താ നിന്റെ തല ക്യാൻസർ വന്നിട്ട് ഇത് ആയി പോകുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇത് കർമ്മയായിട്ട് നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും വന്ന് എന്ത് ചെയ്യുന്നത് ചോദിച്ചോളൂ. അപ്പോഴത്തേക്ക് മാപ്പായി എൻ്റെ വീട്ടുകാരെ പറയരുത്, അങ്ങനെയാണ് മറ്റേത്, നിനക്കൊക്കെ പൊള്ളുമല്ലോ, നിൻ്റെയൊക്കെ വീട്ടുകാരെ പറഞ്ഞാലൊക്കെ നിനക്കൊക്കെ നല്ല രീതിയിൽ പൊള്ളുമല്ലോ. ഇതുപോലെ തന്നെയാണ്. ഞാൻ ആരെ പറയാനോ എനിക്ക് അത്രയ്ക്കില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. ഞാൻ പിന്നെ ക്ഷമിച്ച് നല്ല രീതി എന്താ പറയണ്ടേ, ചില ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേഴ്സണലൊക്കെ പറയണ്ടേ എന്താ പറയണ്ടേ, ഇങ്ങനൊന്നും സംസാരിക്കരുത്, പണ്ട് നീ ഇങ്ങനല്ലായിരുന്നു, ഇപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ മാറി നല്ല രീതിയിൽ വരുമ്പം തലക്കറി ഉണ്ടാക്കാൻ വരരുത് കേട്ടോ. ഈ കമൻ്റ് ഇടുന്ന കുറേ എണ്ണത്തിനാണ് കമൻ്റ് ഇടുന്നത്, കുറേ എണ്ണമുണ്ട്. നമ്മുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് എടാ ഇങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ നമ്മളും കുറേ ടിപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലവരൊക്കെ യൂട്യൂബ് ചാനൽ കൊടുക്കുമ്പോൾ ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ടീംസുകൾ. ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുകയായിരിക്കും നല്ലത്. നാട്ടുകാരെ സഹായിക്കാനോ വീട്ടുകാരെ സഹായിക്കണം നാട്ടുകാരെ. അതായത് ഇതുപോലുള്ള പാഷാണത്തിലെ ക്രിമികളുണ്ടല്ലോ, കാര്യം കാണാൻ വേണ്ടി വരുന്നവരെ മാത്രം, അവരെ പോലുള്ളവർ നടിപ്പിക്കരുത്. സീരിയസ്ലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇടുമ്പോൾ അതിൻ്റെ താഴത്ത് കമൻറ്റ് നിങ്ങൾ പോയി നോക്കണം. ഇതെല്ലാം ഇരുന്ന് കണ്ടിട്ടാണ്. അതായത് ചില ആൾക്കാർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് എന്നോട് ഭയങ്കര ഇത് കാണിക്കുന്ന വ്യക്തികളാണ്. പറഞ്ഞ് മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണലി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ, കമ്പോക്സ് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പേഴ്സണലി വന്നിട്ട് ഇത് ചെയ്യും. ഈ അടുത്ത സമയത്ത് ഞാൻ അത്ര ആലോചിച്ചെന്ന് വെച്ചാൽ അത് എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടടാ, ഒരു ന്യായമുണ്ട്. മറ്റാറില്ല, രേണുവിൻ്റെ വിഷയമാണ്, രേണു സുധയുടെ വിഷയത്തിൽ ഒരു ഭാഗം അവർക്ക് ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയൊരു ക്രിമിനലായിരുന്നു നൈസായിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. ആ ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞൊരു വ്യക്തി, ഞാൻ ആ സമയം വയ്യ, പിന്നെ അങ്ങോട്ട് എനിക്ക് എൻ്റെ ഓരോ വീടിനും വയ്യായി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ആണത്തം വിട്ട് കളിച്ചിട്ടില്ല ഒരുത്തൻ്റെ അടുത്ത്. അല്ലാതെ ചില അവരുണ്ട് പേടിച്ച് വിറച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയാക്ഷൻ ചെയ്യുന്ന മാന്യന്മാരെ. കാരണം റിസ്ക് എടുക്കത്തില്ല. എല്ലാവരും ചോദിക്കട്ടാ ഇത് ചെയ്യാവോ അത് ചെയ്യാവോ, നീ ആദ്യം ചെയ്യാവോ, നീ എരിവ് കയറ്റി വിടുന്ന അതുപോലൊന്നുമല്ല. നമ്മുടെ കിട്ടിയാൽ നമ്മൾ ചെയ്യും. ആ കാര്യത്തിൽ നല്ല ഉറപ്പോടെ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ഞാനാണെങ്കിലും അതിലാണെങ്കിലും യൂഷ്വൽ സൈക്കോ ആണെങ്കിലും ലൈഫ് ഓഫ് ഫണ്ട് ആണെങ്കിലും അങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഉറപ്പോടെ ചെയ്യുന്നവരാണ്. അല്ല സ്ട്രൈക്ക് പേടിച്ചിട്ട് പണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ സ്ട്രൈക്കിന് ഒരു ഇതുണ്ടായിരുന്നു, പേടിയാണ്. ഇപ്പം എനിക്കൊരു പുല്ലും പേടിയില്ല, പോട്ടെ നോക്കും. ആണത്തം വിട്ടുള്ള കളിയില്ല. പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുമ്പോൾ പിന്നെ കുറേ എണ്ണം ഉണ്ട് ഫേസ്ബുക്കിൽ അമ്മമാരൊക്കെ പള്ളിപ്പാടുമെന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ തപ്പി നോക്കുമ്പോഴൊക്കെ വലിയ വലിയ കൊമ്പത്തെ മാമന്മാരാ. രാത്രി മാമപ്പണിക്ക് പോകുന്ന ടീംസൊക്കെ വന്നാണ് കമൻറ്റ് ഇടുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാവരും തൂക്കും, ഉറപ്പാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇതൊന്ന് കാണാൻ ഒന്നുകൂടെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചേച്ചി രാവിലെ ഇതുപോലൊക്കെ വീഡിയോയിലൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കും. എന്താ പറയുന്നത്, രാവിലെ എണീക്കാൻ വേണ്ടി ക്യാമറ കൊണ്ടുവെക്കുന്നത്, പിന്നെ പോയി അഭിനയിക്കുന്നത്. ഓക്കെ, ഇത് അവിടെ വ്ലോഗിൽ തന്നെ ഉണ്ടാവും. കർണത്ത് അടിക്കാൻ നേരത്തെ അവൻ്റെ റിയൽ ഫേസ് എന്താണെന്നുള്ള രീതിയിലാണ്. അതൊക്കെ അഭിനയമാണ്. റിയൽ എന്താണെന്ന് ആ ഒരൊറ്റ സീനിൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വ്ലോഗ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് ഇതാണ് റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കരുതുന്ന കുറെ കഴുതകളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് കുറെ എണ്ണം. ഇതൊക്കെ കണ്ടിട്ട് അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ അയ്യോ 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 ഇതേ എക്സ്പ്രഷനിലാണ് ഇടുന്നത്. എന്നിട്ട് അതുപോലാണ് കല്യാണത്തിന് എനിക്ക് ഡാൻസ് കളിച്ചിട്ട് വരണം, എൻ്റെ പൊന്നോ എന്തൊക്കെയാണ്, താലപ്പൊലി വെക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇത് കളിക്കണം, പിന്നെന്തുവാ ചുമല സാരി വേണം, എന്നാലല്ലേ എൻ്റെ ഇത് അറിയത്തുള്ളൂ. കുറേ വട്ട് കേസ് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ, നിങ്ങൾ വെറും മണ്ടരാണ്. നിങ്ങളെപ്പോലും മണ്ടൻ ടീംസിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് സീരിയലായിരുന്നു, ഇപ്പം ഇതുപോലുള്ള വ്ളോഗേഴ്സ്
ഞാൻ എന്തിന് പ്രണവ് പ്രവീണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവറ്റ കടയ്ക്ക് അഭിനയം. സ്വന്തം തന്ത എടുത്തിട്ട് ആ മൂത്ത അവനെ എടുത്തിട്ട് താങ്ങി, ഇളയവൻ എന്തെടുത്ത് പിടിച്ചു വെച്ച് കൊടുത്ത് തന്ത തിരിച്ചിട്ട് താങ്ങി. ഇതൊക്കെയാണ് റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട്, കൊച്ചു വഴക്കുകളും കാര്യങ്ങളും എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ വെറും മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. എന്തിന് മല്ലു ഫാമിലി പോലും എടുത്താൽ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു മാസം 11 ലക്ഷം രൂപ ഉണ്ടാക്കിയ നാറിയാണ് അവന്. പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളെ പോലുള്ളവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ബാക്കിയും കൂടെ വെച്ച് തരാം. എനിക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അപ്പുന്റെ വീട്ടിലാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞങ്ങൾ ഉറക്കൊക്കെ എണീച്ചിട്ട് കുറച്ച് നേരമായി 1 മണിക്കൂർ കേട്ടോ. ഞങ്ങൾ ഇവിടെ എനിക്ക് മെയിലൊക്കെ ചിക്കേണ്ടായിരുന്നു. അപ്പൊ അപ്പൂന് കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. നേരെ പുള്ളി വർക്കിലോട്ട് കയറി. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൂന് എന്താണ് ജോലി. ഓൾറെഡി നമ്മൾ മറ്റു രീതിയിലൊക്കെ പറഞ്ഞതാണ്. പിന്നെ എന്താണ് ജോലി ചെയ്യുന്നത് ഗൈസ്? അപ്പൂനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മിസ്റ്റർ വിഷ്ണു എന്നാണ്. അപ്പം ആദ്യം എനിക്ക് എഡിറ്റുണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പൂന് പുറത്തുനിന്ന് വർക്ക് ചെയ്തതിനു ശേഷം അപ്പൂന് എഡിറ്റിംഗ് ഇല്ല. എനിക്കിപ്പം വേറെ ഉണ്ട്. എന്റെ എഡിറ്റർ വേറെ 2 പേരുണ്ട്. എനിക്കിപ്പം എനിക്കൊരു പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, മേ ബി എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഞങ്ങൾ ഇത് എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മള് അപ്പൂന്റെ വീട്ടിൽ കയറണേന്ന് അന്ന് ഇവിടെ ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല. ഞാൻ അന്ന് ആ ഒരു കേസ് കേട്ട് ഈ ബെഡ്ഷീറ്റ് സംബന്ധമായിട്ടുള്ള കുറെ കേസ് കേട്ടുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം എന്താ, ഗ്ലാമി ഗംഗയുടെ എന്താ പറയണ്ടേ ഹാർഡ് വർക്കിനെ കുറിച്ചാണ്. അവൾ വീട്ടിൽ കുക്കും കാര്യങ്ങളൊന്നും ചെയ്തൊന്നും ഇല്ലെന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവളെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരുടെ കുടുംബം ലോകം അറിയപ്പെട്ടതും നല്ല നിലയിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. വലിയ വീട്ടിലെ ആൾക്കാർ പോലും അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുക കാര്യം അതൊക്കെ നമ്മൾ സമ്മതിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കൊരാൾ പേഴ്സണലി മെസ്സേജ് ഇട്ട് പറഞ്ഞു, മോനേടാ കല്യാണം എന്നൊരു സംഭവം വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം ഇതാണ്. ഒരു വീട്ടിലെ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ ഒരു ബെഡ്ഷീറ്റ് പോലും വിരിച്ചില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, അതത്ര നല്ല കാര്യമാണെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞ ആൾക്കാർ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല പറഞ്ഞാൽ പേഴ്സണലി കുറേ കാര്യങ്ങളൊക്കെ അയക്കും. ഒരുപാട് കാര്യങ്ങൾ എനിക്കൊരു 4-5 മിനിറ്റ് വോയിസ് പോലും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. എന്തൊക്കെയോ പന്തുകളൊക്കെ ആ ഒരു ഫാമിലിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും എൻ്റെ വീഡിയോയിൽ ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തു. നെഗറ്റീവ് അല്ല, അവൻ്റെ ആ ദേഷ്യം അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി മാത്രം ഞാൻ കാണിച്ചതേ ഉള്ളായിരുന്നു. പക്ഷേ അതും കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ രീതിയിൽ എൻ്റെ ഇഷ്ടത്തിനുള്ള രീതിയിലാണ് ഞാനത് ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇഷ്ടമുള്ളവർ മാത്രം. ഞാൻ ഇപ്പോഴും തുറന്നു പറയാം. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെൻ്റെ ചാനൽ സബ് ചെയ്തിരിക്കുന്നത്. അവർ കണ്ടാൽ മതി. അല്ലാത്തവരൊക്കെ വന്നിട്ട് ഞാൻ കുത്തിത്തിരിപ്പാണ് അങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇനിയും സംസാരിക്കും. ഉറപ്പായിട്ടും സംസാരിച്ചിരിക്കും. മുണ്ടും പൊയ്ക്കൊണ്ടിരുന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കൊഴുത്തിരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പൂന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഈ റൂമിൽ ആരെയും കയറ്റിയിരുന്ന് ചെയ്ത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞ ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കട്ടായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണം ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. അവന് മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത് ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്. വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം പക്ഷെ ആ സമയത്ത് ചിക്കൻ ബോക്സ് സമയത്ത് ഇവരുടെ ഫാമിലി ബ്ലോഗിലെല്ലാം ഇവരുണ്ടായിരുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയുന്നത് കമന്റ് ബോക്സ് മൊത്തം അതായിരുന്നു. സത്യം പറഞ്ഞാൽ ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇവർക്ക് അതൊരു കോണ്ടന്റ് ആക്കി മാറ്റാം. അവൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ആ റൂമിൽ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അത് സെറ്റ് ചെയ്യുന്നു, ഇത് സെറ്റ് ചെയ്യുന്നു, മറ്റേ സെറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഗ്ലാമി ഗംഗയുടെ പൈസയ്ക്ക് സെറ്റ് ചെയ്യുന്നതായിട്ടേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. ഒന്നുമില്ലാത്തവന്റെ വീട്. സത്യം പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ദിലീപിന്റെ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ഇങ്ങനെ കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ എന്താ പറയണ്ടേ, ആൾക്കാരെ കണ്ണി വെച്ച് നോക്കുമ്പോൾ അവൻ രണ്ടാം കെട്ടുകാരൻ ഓക്കെ, അവന് ആ ഒരു ഇതേ ഉള്ളൂ, ആ ഒരു വാല്യൂ കൊടുക്കത്തുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷേ ഗംഗയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവനെ ഫുൾ ഫ്രീഡവും കാര്യങ്ങളും എന്താ പറയണ്ടേ ആ ഒരു സംഭവം അവിടെ മൈൻഡിൽ പോലും ഇല്ലായിരിക്കും. പക്ഷെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കും. ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കയ്യിലിട്ടിട്ട് ഇനി വന്നാൽ അതിൽ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്കിപ്പോൾ ജാസ്മിൻ ജാഫറിനെ ഓർമ്മ വരുന്നത്. കുറച്ച് ഓവറും കുറച്ച് ക്യൂട്ട്നെസ്സും ഒക്കെ ചേച്ചി കൂടുന്നുണ്ട്. വന്ന വഴിമാർക്കായിരിക്കും ഇനിയാണെങ്കിൽ പോലും ഓക്കെ. ഇനിയിപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഡാനി എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ നിന്നോളാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇല്ല, അത് വേറെ കാര്യങ്ങൾ. ഞാൻ ഇച്ചിരി താന്ന് നിന്നതാണ് ഇച്ചിരി കുഴപ്പമായെങ്കിലും നമുക്കതങ്ങ് മാറ്റിയെടുക്കാം. കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയണ്ടേ, എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചു. അപ്പം നിലപാടില്ലാത്തവനാക്കി കളഞ്ഞു. ഓക്കെ, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം നിൽക്കാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ കേട്ടോ. എന്നെ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ് ചെയ്ത് വെക്കാം. അല്ലാത്തവരെ ഞാനൊന്നും പറയുന്നില്ല. ബൈ, ലവ് യു ഓൾ ഗൈസ്.